പുട്ടുണ്ടാക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ പറയാവുന്നതല്ല കേരളത്തിൽ പുട്ടു വന്ന കഥ. പുട്ടും കടലയും മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവമാണെങ്കിലും പുട്ട് എങ്ങനെ കേരളത്തിൽ എത്തി, അല്ലെങ്കിൽ പുട്ടുംകുറ്റിയിൽ നിന്നും പുട്ട് പിറന്നു വീണത് കേരളത്തിൽ തന്നെയാണോ എന്നീ കാര്യങ്ങളിൽ തർക്കം തുടരുകയാണ്. പോർച്ചുഗീസിൽ നിന്ന് വന്ന വിദേശിയാണ് പുട്ടെന്നാണ് ചിലരുടെ വാദം. എന്നാൽ പുട്ടൊരു വിദേശിയല്ലെന്നും സ്വദേശിയാണെന്നും തമിഴ്നാട്ടിലാണ് പുട്ട് ആദ്യമായി ഉണ്ടാക്കിയതെന്നുമാണ് ചിലർ പറയുന്നത്. പോർച്ചുഗീസുകാർ തേങ്ങ ഉപയോഗിക്കുമോ അരിപ്പൊടി ഉപയോഗിക്കുമോ എന്നീ ചോദ്യങ്ങൾ ഉയർത്തിയാണ് പുട്ടിന്റെ പോർച്ചുഗീസ് ബന്ധം ഇല്ലാതാക്കാൻ ചിലർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ധാന്യപ്പൊടി എന്ന അർത്ഥം വരുന്ന പിട്ട എന്ന പാലി വാക്കിൽ നിന്നാണ് പുട്ട് എന്ന വാക്കുണ്ടായത് എന്നാണ് ഒരു നിഗമനം. മലബാർ മേഖലയിൽ പിട്ട് എന്ന പേരിലാണ് പുട്ട് അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപേ ചില തമിഴ് ഗ്രന്ഥങ്ങളിൽ പുട്ടിനെ കുറിച്ച് പരാമർശമുണ്ട് എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം വിവരിക്കുന്ന തമിഴ് ഗ്രന്ഥമായ തിരുവിളയാടൽ പുരാണത്തിൽ പുട്ടിനെ കുറിച്ച് പരാമർശമുണ്ടത്രേ. ചിരട്ടപ്പുട്ട്, മുളംപുട്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള പുട്ടുകൾ പണ്ടു മുതൽക്കേ കേരളത്തിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ പലതരത്തിലുള്ള പുട്ടുകൾ ലഭ്യമാണ്. പുട്ടിന് ഇടുന്ന തേങ്ങയ്ക്ക് പകരം ചിക്കനും ക്യാരറ്റും ചക്കപ്പഴവും മീൻപീരയും ചെറുപയറും ഒക്കെ ഇട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും മലയാളികൾ പണ്ട് മുതൽക്കേ ഭക്ഷിച്ച് ശീലിച്ച ഒരു വിഭവമാണ് പുട്ട്. മുണ്ടുടുത്ത മലയാളിയെ പോലെ മലയാളികളുടെ ഒരു ട്രേഡ് മാർക്കാണ് പുട്ട്. പുട്ടും പഴവും പുട്ടും കടലയും പുട്ടും ചെറുപയറും അങ്ങനെ പുട്ടിനൊപ്പമുള്ള കോമ്പിനേഷനുകൾ പലതാണ്.